നമസ്കാരം. റിവ്യൂ ഓഫ് C++ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഓപ്പറേറ്റേഴ്സിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന ഭാഗം വെച്ചാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. എല്ലാവരും വീട്ടിൽ പോയി അത് അല്ലെങ്കിൽ വീട്ടിലിരുന്നത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററുകളെയാണ്. ഏതാണ്? ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഏതൊക്കെയാണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് ചോദിച്ചാൽ പ്ലസും ഉണ്ട്, മൈനസും ഉണ്ട്. നമ്മുടെ ഈ ഓപ്പറേറ്ററുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെയാണ്: നിലവിലുള്ള വാല്യൂവിൽ നിന്ന് ഒന്ന് കൂടുന്നു എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിൽ നിന്ന് ഒന്ന് കുറയുന്നു എന്നും. ഓക്കെ അല്ലേ? നിലവിലുള്ളതിനോടൊപ്പം ഒന്ന് കൂടുന്നു. പ്ലസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ളതിൽ നിന്ന് ഒന്ന് കുറയുന്നു എന്നുള്ളതാണ് ആര്? മൈനസ്. എങ്കിൽ സാധാരണ ഈ ഓപ്പറേറ്ററിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിനോടൊപ്പമായിരിക്കും. ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണല്ലോ. ഇനി ഇതിനകത്തൊരു പ്രധാന പ്രത്യേകതയും പറഞ്ഞു തരാം. ഇതൊരു യുണറി ഓപ്പറേറ്ററാണ്. ഏതാ? ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത് യുണറിയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് യുണറി, ബൈനറി, ടെനറി അല്ലേ? ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഒപ്പറാൻഡുകളുടെ എണ്ണം എത്ര എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് യുണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെനറി ഓപ്പറേറ്റർ, ഈ മൂന്ന് ഓപ്പറേറ്ററുകളെ പരിചയപ്പെട്ടത്. സോ A+B എന്നൊരു എക്സ്പ്രഷനിൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ A, B എന്നിങ്ങനെ രണ്ട് ഒപ്പറാൻഡുകൾക്ക് മുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ പ്ലസിനെ നമ്മൾ എന്ത് വിളിച്ചു? ബൈനറി പ്ലസ് എന്ന് വിളിച്ചു. എന്നാൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്ലസിനെ മൈനസിനെ ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ എത്ര ഒപ്പറാൻഡേ ഉള്ളൂ? ഒരൊറ്റ ഒപ്പറാൻഡേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒപ്പറാൻഡിനെ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ പ്ലസ് ഓപ്പറേറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? യുണറി പ്ലസ് എന്നും യുണറി മൈനസ് എന്നും വിളിക്കാം. അതേ സാഹചര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കാം, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതെപ്പോഴും യുണറി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര ഒപ്പറാൻഡേ കാണുള്ളൂ? ഒരൊപ്പറാൻഡേ കാണുള്ളൂ. സോ ദാ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് പോയാൽ A++ അല്ലേ? A++ എന്ന് പറയുമ്പോൾ പ്ലസ് ഈസ് ദ ഓപ്പറേറ്റർ, ദെൻ A ഈസ് ദ ഓപ്പറാൻഡ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതേ എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, പ്ലസ് A. എങ്ങനെ എഴുതാൻ പറ്റുന്നത്? A++ എന്നും എഴുതാം, പ്ലസ് A എന്ന് എഴുതാം. അപ്പം നമ്മൾ ആ ഒപ്പറാൻഡിനെ ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒപ്പറാൻഡിന് ശേഷം ഓപ്പറേറ്ററിനെ എഴുതാറുണ്ട് അല്ലേ? ഒപ്പറാൻഡിന് മുന്നേ ഓപ്പറേറ്ററിനെ എഴുതാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒപ്പറാൻഡിന് ശേഷമാണ് നമ്മളുടെ ഓപ്പറേറ്റർ എങ്കിൽ നമ്മൾക്കതിനെ പോസ്റ്റ് ഫിക്സ് വേർഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഒപ്പറാൻഡിന് മുന്നേയാണ് ഓപ്പറേറ്റർ എങ്കിലോ അതിനെ പ്രിഫിക്സ് വേർഷൻ എന്നും വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ഓപ്പറേറ്റർ വരുന്നത് ഒപ്പറാൻഡിന് ശേഷമാണോ ഒപ്പറാൻഡിന് മുന്നേ ആണോ? ഒപ്പറാൻഡിന് ശേഷമാണ് ഓപ്പറേറ്റർ എങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ് ഫിക്സ് എന്ന് വിളിക്കും. ഒപ്പറാൻഡിന് മുന്നേ ആണ് ഓപ്പറേറ്റർ എങ്കിൽ നമ്മൾ അതിനെ പ്രിഫിക്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് ഈ രണ്ട് കേസിലും, അതായത് A++ എന്ന് എഴുതിയാലും പ്ലസ് A എന്ന് എഴുതിയാലും അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ A = A+1 എന്നാണ്. എന്താണ് മീനിങ്? A = A+1. അപ്പൊ ഇതൊരർത്ഥത്തിൽ ഇതൊരു അസൈൻമെന്റ് ആണ് ഇവിടെ സംഭവിച്ചത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷനെ പെർഫോം ചെയ്ത ശേഷം അഥവാ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ആ റിസൾട്ടിനെ എവിടേക്ക് അസൈൻ ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്. അപ്പോൾ എയിൽ നിലവിലുള്ളത് എന്തോ അതിനോടൊപ്പം ഒന്ന് കൂട്ടി എവിടേക്ക് തന്നെ വെച്ചു? എയിലേക്ക് തന്നെ വെച്ചു. ദാറ്റ് മീൻസ് ജസ്റ്റ് ഇൻക്രിമെന്റ് ദ വാല്യൂ ബൈ 1. അപ്പോൾ പ്രിഫിക്സ് പോസ്റ്റ് ഫിക്സ് എന്നുള്ള വ്യത്യാസമില്ലാതെ ആശയപരമായി അത് ഒരേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിലൊരു ഈ പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും പെർഫോം ചെയ്യുന്ന സമയത്തിൽ അല്ലെങ്കിൽ അവിടെ ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്തിന് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്താണ് അവിടെ ആ ചേഞ്ച്? നമുക്ക് എയില് ഒരു വാല്യൂ നിലവിലുണ്ട്, അതിനോടൊപ്പം ഒന്ന് കൂടണം.
അത് പ്ലസ് പ്ലസ് പോസ്റ്റ് ഫിക്സ് ആയിട്ടും പ്രിഫിക്സ് ആയിട്ടും വന്നാലും ഈ രണ്ട് കേസിലും നിലവിലുള്ളതിന്റെ കൂടെ ഒന്ന് കൂട്ടണമെന്ന് തന്നെയാണ്. അപ്പൊ അവിടെ ആ കൂടുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റം എന്ന് വിളിക്കാം, ചേഞ്ച് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? അതിന് നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് ഒന്ന് പോകുന്നു. നമ്മളുടെ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 5 എന്ന് കരുതുക. എയുടെ വാല്യൂ എത്ര? 5. എങ്കിൽ നമുക്ക് പറയാം ബി ഈക്വൽ എ പ്ലസ് പ്ലസ്. മറ്റൊരിടത്ത് പറയുന്നു സി ഈക്വൽ പ്ലസ് പ്ലസ് എ. ഓക്കെ, ഈ രണ്ട് കേസിലും എയുടെ വാല്യൂ ഇനിഷ്യലി എത്ര? 5 ആണ്. എങ്കിൽ എയുടെ വാല്യൂ 5 ആയിരിക്കെ ബിയിലേക്ക് നമ്മൾ വെച്ചു എ പ്ലസ് പ്ലസിന്റെ റിസൾട്ടിനെ, സിയിലേക്ക് വെച്ചതോ പ്ലസ് പ്ലസ് എയുടെ റിസൾട്ടിനെ. അപ്പൊ എന്താ വ്യത്യാസം? ബിയിലേക്ക് അസൈൻ ചെയ്യാൻ പറഞ്ഞത് എ പ്ലസ് പ്ലസ് ആണ് എന്ന് പറയുമ്പോൾ അത് ഏത് വേർഷനാ? പോസ്റ്റ് ഫിക്സ് വേർഷനാ. എന്നാൽ സിയിലേക്ക് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ സിയിലേക്ക് അസൈൻ ചെയ്തത് പ്ലസ് പ്ലസ് എ ആണ് എന്ന് പറയുമ്പോൾ അത് ഏത് വേർഷനാ? പ്രിഫിക്സ് വേർഷനാ. സോ രണ്ട് വേർഷൻ തമ്മിൽ അത് പെർഫോം ചെയ്യുന്ന സമയത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞാലും എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാലും ഫൈനലി എന്ത് സംഭവിക്കുന്നുണ്ട്? എ ചേഞ്ച് ഈസ് ദെയർ ഇൻ ദ വാല്യൂ ഓഫ് എ. ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആർക്ക്? എക്ക്. എങ്കിൽ ആ മാറ്റം സംഭവിക്കുന്ന സമയത്തിലുള്ള വ്യത്യാസമാണ് പ്രിഫിക്സിനെയും പോസ്റ്റ് ഫിക്സിനെയും വേറിട്ട് നിർത്തുന്നത്. ഒന്ന് നോക്കാം എന്താണ് അതിലെ വ്യത്യാസം എന്ന്. നമ്മൾ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഏത് വേർഷനാ? പോസ്റ്റ് ഫിക്സ് വേർഷനാ. അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്റ് ഫിക്സ് വേർഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മാറ്റം ആദ്യം വരുത്തേണ്ടതില്ല. പ്രിഫിക്സ് ഇല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഫിക്സ് ആണ്. ബിക്കോസ് ഇവിടെ ബിയിലേക്ക് അസൈൻ ചെയ്തത് എ പ്ലസ് പ്ലസ് ആണ്. അപ്പോ ഒപ്പറാൻഡിന് ശേഷം ഓപ്പറേറ്റർ വന്നാൽ എന്ത് വേണ്ട? മാറ്റം ആദ്യം വരുത്തേണ്ടതില്ല. മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റം? എ ഈക്വൽ എ പ്ലസ് 1 ആണ്. എയുടെ വാല്യൂ എത്ര? 5. എങ്കിൽ മാറിയാൽ എ എത്രയാകും? 6 ആകും. ബട്ട് പോസ്റ്റ് ഫിക്സിന്റെ കേസിൽ പറയുന്നു ആ മാറ്റം ആദ്യം വരുത്തരുത്. പിന്നെന്ത് വേണം? മാറ്റമില്ലാത്ത വാല്യൂവിനെ ഉപയോഗിക്കണം. അപ്പോ ബി ഈക്വൽ എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഈ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ അവിടെ പെർഫോം ചെയ്യാതെ എയുടെ വാല്യൂ ഡയറക്റ്റ് അങ്ങ് അസൈൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ ബിയിലേക്ക് എന്തായിരിക്കും കൊണ്ടുവെക്കുക? 5. എങ്കിൽ അതിനുശേഷം എന്ത് സംഭവിക്കും? എ ഈക്വൽ എ പ്ലസ് 1 സംഭവിക്കും. കാര്യം ഇത് പെർഫോം ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പോൾ എ എത്രയാവും? 6. അപ്പൊ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ബിയിലേക്ക് എത്ര അസൈൻ ചെയ്യും? 5. എയിലേക്കോ? 6. അപ്പൊ പോസ്റ്റ് ഫിക്സ് വേർഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യൂസ് ദെൻ ചേഞ്ച് എന്നാണ് ഏതിന്റെ സ്ലോഗൻ അല്ലെങ്കിൽ ഏത് പെർഫോം ചെയ്യുന്ന രീതി. ഇൻക്രിമെന്റ് ആയാലും ഡിക്രിമെന്റ് ആയാലും പോസ്റ്റ് ഫിക്സ് വേർഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി യൂസ് ദെൻ ചേഞ്ച് എന്നാണ്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പ്രിഫിക്സ് വേർഷൻ ആണെങ്കിലോ ചേഞ്ച് ദെൻ യൂസ്. അവിടെ ആദ്യം എന്ത് സംഭവിക്കേണ്ടതുണ്ട്? മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. മാറ്റിയ ശേഷമുള്ള ആ മൂല്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പൊ അവിടെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് സംഭവിക്കണം? എ ഈക്വൽ എ പ്ലസ് 1 പെർഫോം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എയുടെ വാല്യൂ എത്രയാവും? 6. ഈ 6 അതുപോലെ എവിടെ കയറി? സിയിലേക്ക്. അപ്പോൾ എയുടെ വാല്യൂവും 6, സിയുടെ വാല്യൂവും 6. കാരണം സിയിലേക്ക് നമ്മൾ കൊണ്ടുവച്ചത് എന്താ? പ്ലസ് പ്ലസ് എ ആണ്, അഥവാ പ്രിഫിക്സ് വേർഷൻ ആണ് അപ്ലൈ ചെയ്തത്. പ്രിഫിക്സ് വേർഷൻ ആണെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? ചേഞ്ച് സംഭവിക്കണം. നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററുകളിൽ അപ്ലൈ ചെയ്യുന്നത് പ്രിഫിക്സ് വേർഷൻ ആയാലും പോസ്റ്റ് ഫിക്സ് വേർഷൻ ആയാലും എ ചേഞ്ച് ഈസ് ഓൾവേസ് ദെയർ. അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇൻക്രിമെന്റിന്റെ കേസിൽ പ്രിഫിക്സ് ആയാലും പോസ്റ്റ് ഫിക്സ് ആയാലും അവിടെ എന്ത് മാറ്റമാണ്? നിലവിലുള്ളതിനോടൊപ്പം ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് അവിടുത്തെ മാറ്റം. എങ്കിൽ ഈ മാറ്റം ആദ്യം നടക്കണമോ വേണ്ടയോ? അതാണ് പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിൽ വേർതിരിക്കുന്നത്.
പ്രിഫിക്സ് ആണെങ്കിൽ ആദ്യം തന്നെ മാറുന്നു, പോസ്റ്റ്ഫിക്സ് ആണെങ്കിലോ ആദ്യം മാറുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിഫിക്സ് ഉപയോഗിച്ച സ്ഥലത്ത് ആദ്യം തന്നെ മാറ്റം കൊണ്ടുവന്നു. അതിന്റെ ഫലമായി എയുടെ 5 എന്ന വാല്യൂ 1 കൂട്ടി 6 ആക്കിയിട്ടാണ് അത് സിയിലേക്ക് വെച്ചത്. എന്നാൽ എയുടെ വാല്യൂ മാറ്, സിയുടെ വാല്യൂ മാറുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്നാൽ ഇവിടുത്തെ കേസിൽ ഇത് പോസ്റ്റ്ഫിക്സ് ആണ്. അവിടെ വരുമ്പോൾ ആദ്യം എക്ക് ഒരു മാറ്റവും സംഭവിക്കരുത്. എങ്കിൽ മാറ്റം സംഭവിക്കാത്ത എ ബിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അത് എത്രയാണ്? 5 ആണ്. എങ്കിൽ അതിനുശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? യൂസിന് ശേഷം ചേഞ്ച് സംഭവിക്കണം. അങ്ങനെ വരുമ്പോൾ അതിന് ശേഷം എയുടെ വാല്യൂ ഒന്ന് കൂട്ടി, അപ്പൊ എയുടെ വാല്യൂ എത്രയായി? 6. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രിഫിക്സ് ആയാലും പോസ്റ്റ്ഫിക്സ് ആയാലും ഫൈനൽ എയുടെ വാല്യൂ രണ്ടിടത്ത് എത്ര തന്നെയാ? 6 തന്നെയാ. ബട്ട് ആ എക്സ്പ്രഷന്റെ റിസൾട്ട് കൊണ്ടുപോയ 2 ലൊക്കേഷൻസ് ബിയും സിയും ഒന്ന് ഒബ്സർവ് ചെയ്തേ. ബിയുടെ കേസിൽ പോസ്റ്റ്ഫിക്സ് അപ്ലൈ ചെയ്തത് കൊണ്ട് എയുടെ പഴയ വാല്യൂ എന്താണോ അതാണ് ബിയിലേക്ക് അസൈൻ ചെയ്തത്. എന്നാൽ സിയുടെ കേസിൽ പ്രിഫിക്സ് അസൈൻ ചെയ്തത് കൊണ്ട് ഇൻക്രിമെന്റഡ് വാല്യൂ ആണ് എവിടേക്ക് അസൈൻ ചെയ്തത്? സിയിലേക്ക് അസൈൻ ചെയ്തത്. അപ്പം നമ്മൾ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് 2 ഓപ്പറേറ്റർ അത് പ്ലസ് പ്ലസ് എന്നും മൈനസ് മൈനസ് എന്നും അറിയപ്പെടുന്നു. പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ളതിനോടൊപ്പം ഒന്ന് കൂട്ടുന്നതാണെങ്കിൽ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ളതിൽ നിന്നൊന്ന് കുറയ്ക്കുന്നതാണ്. എങ്കിൽ ഇവിടെ പ്ലസ് പ്ലസിനെ സംബന്ധിച്ചും മൈനസ് മൈനസിനെ സംബന്ധിച്ചും 2 രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം. എയ്തർ ഇൻ പ്രിഫിക്സ് ഓർ പോസ്റ്റ്ഫിക്സ് മാനർ. പ്രിഫിക്സ് മാനറിലോ പോസ്റ്റ്ഫിക്സ് മാനറിലോ നമുക്ക് ഈ സാധനം അല്ലെങ്കിൽ ഈ ഓപ്പറേറ്ററിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് പ്ലസ് പ്ലസ് ആണെങ്കിൽ ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മൈനസ് മൈനസിന്റെ കേസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്പറേറ്റർ ഏതാണ്? ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ അല്ലേ? സോ പ്രധാനപ്പെട്ട എല്ലാ ഓപ്പറേറ്ററുകളെയും നമ്മൾ മനസ്സിലാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും. നമ്മൾ 1ാം വർഷം പഠിച്ചത് തന്നെയാണ്. ആസ് എ റിവ്യൂ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈറ്റിലേക്ക് പോകാമല്ലോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ് പങ്ക്ച്വേറ്റേഴ്സ്. നമ്മൾ ലാസ്റ്റ് കണ്ടത് ഓപ്പറേറ്റേഴ്സിനെ ആയിരുന്നു. ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ് വരുന്നു പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് ആർ അതർവൈസ് നോൺ ആസ് സിംബൽസ്. സോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കോഡുകളെ സെപ്പറേറ്റ് ചെയ്യാനോ ഗ്രൂപ്പ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? പങ്ക്ച്വേറ്ററുകൾ എന്ന് വിളിക്കാം. പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ റൂൾ അനുസരിച്ച് കോഡുകളെ കൊണ്ടുപോകുമ്പോൾ എല്ലായിടത്തും ആ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇത് പങ്ക്ച്വേറ്റേഴ്സ്. സിൻടാക്സ് എന്ന വാക്ക് ഫെമിലിയർ അല്ലെങ്കിൽ ഒന്ന് കേട്ടോളുക. നമ്മളൊരു ഭാഷ അത് ഏത് തന്നെ ആയിക്കോട്ടെ, മലയാളം എന്നോ ഇംഗ്ലീഷ് എന്നോ ഹിന്ദി എന്നോ വ്യത്യാസമില്ല, ഏത് ഭാഷ ഉപയോഗിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു വ്യാകരണം ഉണ്ടാവും. വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ്. എങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വരുമ്പോഴും ഈച്ച് ആൻഡ് എവരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദേ ഹാവ് ഇറ്റ്സ് ഓൺ സിൻടാക്സ് ഓർ ഗ്രാമർ. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാമറിനെ അല്ലെങ്കിൽ സിൻടാക്സിനെ നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളെ ചിഹ്നങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? പങ്ക്ച്വേറ്ററുകൾ എന്ന് വിളിക്കാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് ഈ പങ്ക്ച്വേറ്ററും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോക്കൺ എന്ന ടൈറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും ആരെയും ഉൾപ്പെടുത്താവുന്നതാണ്? പങ്ക്ച്വേറ്റേഴ്സിനെയും ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെയാണേ, ചെറിയൊരു കുഞ്ഞൊരു ടൈറ്റിലാണ്, അത് ഓർത്തു വെക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. അത് ഓരോന്നും നമുക്ക് പോകെ പോകെ ഓരോ ഘട്ടത്തിൽ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ സ്ക്വയർ ബ്രാക്കറ്റ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്, സെമി കോളൻ, കോളൻ, ഇനി കേർലി ബ്രാക്കറ്റ് ഓർ കേർലി ബ്രേസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നാലെ വരും. ഓരോന്നിനെ അന്നേരം പരിചയപ്പെടാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൈറ്റിൽ ഡേറ്റ ടൈപ്പുകളാണ്. പ്രോഗ്രാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 1ാം വർഷം അത്യാവശ്യമൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ലിറ്ററൽസിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റുകളെ പരിചയപ്പെട്ടവരാണ്. അന്ന് നമ്മൾ കോൺസ്റ്റൻറ്റിനെ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്: പ്രോഗ്രാം റിലേറ്റഡായി ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ വാല്യൂസ് അവ കോൺസ്റ്റൻ്റായി കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ലിറ്ററൽസ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നമ്മൾ പ്രോഗ്രാമിൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരെയാണ്? ഡേറ്റാസിനെയാണ്. ഡേറ്റാസ് എന്ന് പറയുമ്പോൾ പല സ്വഭാവത്തിലുണ്ട്. അക്ഷരങ്ങളാകാം, അക്കങ്ങളാകാം, അല്ലേ? അക്കങ്ങളിൽ തന്നെ പൂർണ്ണസംഖ്യയാകാം, ദശാംശ സംഖ്യയാകാം,
ഒരക്ഷരമോ ഒന്നിലധികമോ അക്ഷരങ്ങളാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനനുസരിച്ചുള്ള ആ വൈവിധ്യത്തെയാണ് നമ്മൾ ഏത് ടൈറ്റിലിൽ മനസ്സിലാക്കുന്നത്? ഡേറ്റ ടൈപ്പ് എന്നുള്ള ടൈറ്റിലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനമായും ഡേറ്റ ടൈപ്പിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. C++ൽ 3 തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഫണ്ടമെന്റൽ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ആൻഡ് ഡിറൈവ്ഡ്. തൽക്കാലം നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരെയാണ് ഇവിടെ പരിചയപ്പെടുന്നത്? ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകളെ. എന്താ ഫണ്ടമെന്റൽ? ബേസിക് ഡേറ്റ ടൈപ്പാണ്, അടിസ്ഥാന ഡേറ്റ ടൈപ്പുകളാണ്. അഥവാ പ്രോഗ്രാമിൻ്റെ ലൈബ്രറിയിൽ നേരത്തെ തന്നെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കൂടിയാണ് ഇത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകൾ. അപ്പോൾ C++ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയെ സംബന്ധിച്ച് അവിടെ എത്ര അടിസ്ഥാന ഡേറ്റ ടൈപ്പുകൾ അഥവാ എത്ര ഫണ്ടമെന്റൽ ടൈപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 5 അടിസ്ഥാന ഡേറ്റ ടൈപ്പുകളാണുള്ളത്. ഏതൊക്കെയാ? ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. ഏതൊക്കെ ഡേറ്റ ടൈപ്പാണ് ഉള്ളത്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ടൈപ്പ് ഉണ്ട്, ഡബിൾ ടൈപ്പ് ഉണ്ട്, വോയിഡ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഓരോരുത്തരെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്കലി ന്യൂമറിക് വാല്യൂ ആണ് അഥവാ സംഖ്യകളാണ്. അവിടെ എന്തുണ്ടാവില്ല? ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ പൂർണ്ണസംഖ്യകളെയാണ് നമുക്ക് ഏത് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഇൻറ്റിജർ ടൈപ്പുകൾ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിൽ ഈ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകൾ മനസ്സിലാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഓരോ ഡേറ്റ ഐറ്റത്തിൻ്റെയും റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു കീവേഡ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻറ്റിജർ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? ഇൻറ്റ് എന്നുള്ള കീവേഡാണ്. അപ്പോൾ കീവേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. കീവേഡിൻ്റെ പ്രത്യേകത, ലൈബ്രറിയിൽ കുറേ വാക്കുകൾ, ആ ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥവും ആശയവും ഒക്കെ നൽകി ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, C++ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. വലിപ്പ ചെറുപ്പം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മ വെക്കുക. എല്ലാ കീവേഡുകളും ചെറിയ അക്ഷരത്തിലാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഉള്ളത് എന്നുള്ള കാര്യവും കൂടെ നമ്മളവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അടിസ്ഥാന ഡേറ്റ ടൈപ്പുകൾ 5 ഉണ്ടെങ്കിൽ ഈ ഓരോ ഡേറ്റ ടൈപ്പുകൾക്ക് എന്തുണ്ട്? ഹാവ് ഇറ്റ്സ് ഓൺ കീവേഡ്. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പുകളുടെ റെപ്രസെൻറ്റേഷൻ മുൻനിർത്തി നമുക്ക് ഉപയോഗിക്കാവുന്ന കീവേഡാണ് ഇൻറ്റ്. അത് സ്മോൾ ലെറ്ററിലേ പറയാൻ പറ്റൂ, ബിക്കോസ് ഇറ്റ്സ് എ കീവേഡ്. എങ്കിൽ ഈ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനെ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ ഡേറ്റയെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കുന്നതിന് എത്ര സ്ഥലം ആവശ്യമായി വരും എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് 4 ബൈറ്റ് ആവശ്യമായി വരും. അതെന്താ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്? നമ്മളിവിടെ നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് നമ്മളുടെ കമ്പൈലർ എന്ന് പറയുന്നത് ജീനി എന്ന് പറഞ്ഞ് ഒരു ഓപ്പൺ സോഴ്സ് കമ്പൈലറാണ് നമ്മുടെ സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ടർബോ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കമ്പൈലർ ആയിരുന്നു. സോ ഈ കമ്പൈലറിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന വ്യത്യാസം, അതിൻ്റെ വേർഡ് ലെങ്ത് എന്നൊക്കെ പറയും. നമ്മൾ അതും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. സോ ഇതിനനുസരിച്ച് ഈ പറഞ്ഞ ഓരോ ഡേറ്റ ടൈപ്പിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വാല്യൂവിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരും. ഇത്ര മുതൽ ഇത്ര വരെ. നോക്കൂ, ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണസംഖ്യകളാണ്. അറ്റ് ദ സെയിം ടൈം മേ കണ്ടെയ്ൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ടൈപ്പ് അവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ടർബോ കമ്പൈലർ അനുസരിച്ച് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൻ്റെ റെപ്രസെൻറ്റേഷന് 2 ബൈറ്റ് ആയിരുന്നു മെമ്മറി സ്പേസ് അല്ലെങ്കിൽ മെമ്മറി കൺസംഷൻ എങ്കിൽ അതിങ്ങ് ജീനിയിലേക്ക് വരുമ്പോൾ ഇൻറ്റിജറിന് എത്ര ബൈറ്റ് എടുക്കും? 4 ബൈറ്റ് എടുക്കും. ഓക്കെ ആണേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മയിൽപ്പെടുത്താം. 1 ലാക്ക് അഥവാ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി നമ്മൾ പറഞ്ഞ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊരു ഇൻറ്റിജർ ഡേറ്റയാണ്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരിക്കലും ഈ 1 ലാക്ക് എന്ന ഫിഗറിനെ ഏത് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം? ഇൻറ്റ്. കാരണം എന്താ? അവിടെ ഒരു റേഞ്ച് സ്പെസിഫൈഡ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പൈലർ, ഇറ്റ് മേ വേരി. അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റേഞ്ചിനനുസരിച്ച് മാത്രമേ ഈ ഓരോ ഡേറ്റ ടൈപ്പിലും നമുക്ക് വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ഓഫ് ജീനി കമ്പൈലർ ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണ്?
4 ബൈറ്റ് ആണ്. ക്ലിയർ ആണ്? എങ്കിൽ നെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് ഇറ്റ്സ് ക്യാരക്ടർ ടൈപ്പ്. എന്താണ്? ക്യാരക്ടർ. ഇന്റഗ്രൽ ടൈപ്പ് എന്ന് തന്നെയാണ്, അഥവാ ഇൻറ്റിജറിന്റെ മറ്റൊരു വേരിയന്റ് എന്ന് തന്നെയാണ് നമ്മൾ ക്യാരക്ടർ ടൈപ്പുകളെ പറയുന്നത്. അതിന് കാരണം എന്താണെന്നുള്ളത് പിന്നീട് പറയാം. നമുക്ക് ആദ്യം ഈ ഡേറ്റ ടൈപ്പിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാം. ക്യാരക്ടർ ഡേറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും അക്ഷരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അക്ഷരം എന്ന് പറയുമ്പോൾ അക്ഷരത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന കണക്ക് എ മുതൽ ഇസഡ് വരെ എന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ കീബോർഡിലുള്ള ഏതൊരു കീയും, നോർമൽ വരുന്ന ഏതൊരു കീയും നോക്കാം. ചില കീകൾ നമ്മൾ, അല്ലെങ്കിൽ ഒട്ടുമിക്ക കീകളും ആൽഫബറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എന്നാൽ വേറെ ചില കീകൾ ചിഹ്നങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ചിലത് സംഖ്യകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഏത് കീ റെപ്രസെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിൽ ഏതൊരു കീ പ്രസ് ചെയ്താലും there you can see either an alphabet, a digit or a symbol. നോർമലി എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഫംഗ്ഷൻ കീ പോലെയുള്ള എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അല്ലാതെ നോർമൽ നമ്മളൊരു ടൈപ്പിംഗ് ഇന്റർഫേസിൽ ഉപയോഗിക്കുന്ന കീകളെ കുറിച്ചാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ കീയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു അക്ഷരത്തെ, അല്ലെങ്കിൽ ഒരു അക്കത്തെ, അതും അല്ലെങ്കിൽ ഒരു ചിഹ്നത്തെ ആയിരിക്കും. എങ്കിൽ ഇത് ഏതും ആയിക്കോട്ടെ, അത് ഒരെണ്ണത്തെ നമ്മൾ ഒരു സിംഗിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്താൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്യാരക്ടർ വാല്യൂ. നമുക്കതിനെ എന്ത് വിശേഷിപ്പിക്കാം? ക്യാരക്ടർ വാല്യൂ എന്ന് വിശേഷിപ്പിക്കാം. നോക്കൂ, എ എന്നെഴുതി സിംഗിൾ കോഡ്സിൽ ഇട്ടാൽ, 2 എന്നെഴുതി സിംഗിൾ കോഡ്സിൽ ഇട്ടാൽ, പ്ലസ് എന്നെഴുതി സിംഗിൾ കോഡ്സിൽ ഇട്ടാൽ, ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ നോർമലി ഒരു കീ സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ ഒരു കീ പ്രസ് ആണ്. ആ ഒരു കീ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരക്ഷരത്തെയോ അക്കത്തെയോ ചിഹ്നത്തെയോ ഒക്കെ ആകാം. ഇതിനെ സിംഗിൾ കോഡ്സിൽ റെപ്രസെന്റ് ചെയ്താൽ C++നെ സംബന്ധിച്ച് അതിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാം. ആൻഡ് ഇൻ ദിസ് കേസ് ദ കീവേഡ് റിസർവ്ഡ് ദെയർ ഈസ് ക്യാർ. ഇന്റിജറിന് ഇന്റ് എന്ന് പറഞ്ഞത് മാതിരി ക്യാരക്ടറിന് എന്ത് പറയാം? ക്യാർ എന്ന് പറയാം. അതിന്റെ മെമ്മറി കൺസംഷനിലേക്ക് പോയാലോ, ഇറ്റ് ഓൾവേസ് കൺസ്യൂം ഓൺലി 1 ബൈറ്റ് മെമ്മറി. അത് എപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ്? 1 ബൈറ്റ് മെമ്മറിയാണ്. ഓക്കെ ആണേ? അപ്പോൾ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കിയ ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ ടൈപ്പ് ആണ്. അതിന്റെ റെപ്രസെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ക്യാർ ആണ്. അതിന്റെ മെമ്മറി കൺസംഷൻ 1 ബൈറ്റ് ആണ്. നോക്കുക, അക്ഷരമായാലും അക്കമായാലും ചിഹ്നമായാലും അത് ക്യാരക്ടർ ആകാം. എപ്പോഴെന്ന് ചോദിച്ചാൽ when you enclose that particular data within single quotes, we can call it as a character, and that character data always consumes 1 byte memory. ക്ലിയർ ആണ്? ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ പറഞ്ഞു, ക്യാരക്ടർ ഡേറ്റ ടൈപ്പിനെയും ഒരു ഇന്റഗ്രൽ ടൈപ്പ് ആയിട്ട് തന്നെയാണ്, ഒരു ഇന്റിജർ ടൈപ്പിന്റെ വേരിയന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇന്റേണലി ഈ ക്യാരക്ടർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് ആസ്കി എന്ന് പറയുന്ന ഒരു 8-ബിറ്റ് ന്യൂമറിക് കോഡ് ഉപയോഗിച്ചാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ആദ്യ ചാപ്റ്ററുകളിൽ തന്നെ മനസ്സിലാക്കിയതാണ് ക്യാരക്ടർ ഡേറ്റ റെപ്രസെന്റേഷനെ കുറിച്ച്. അവിടെ നമ്മൾ ആസ്കി എന്നും ഇസ്കി എന്നും എബ്സിഡി കോഡ് എന്നും ഫൈനൽ യൂണിക്കോഡ് എന്നും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എങ്കിൽ ആസ്കി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇന്റേണൽ ആയിട്ട് എല്ലാ ക്യാരക്ടർ ഡേറ്റയും റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ക്യാരക്ടർ ഡേറ്റകൾ ആസ്കി കോഡിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപമാണ്? ഇന്റിജർ രൂപമാണ്. അപ്പൊ ആന്തരികമായി ക്യാരക്ടർ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിൽ തന്നെയാണ്? ഇന്റിജർ ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ക്യാരക്ടറിനെ എന്തായിട്ട് പറയാം? വേണമെങ്കിൽ ഒരു ഇന്റിജർ റെപ്രസെന്റേഷൻ ആണെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആരെ? ക്യാരക്ടർ. ക്ലിയർ ആണ്? ഇപ്പൊ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, അതിന്റെ കീവേഡ് ക്യാർ ആണ്, അതിന്റെ മെമ്മറി 1 ബൈറ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റിയൽ ഡേറ്റാസ്. റിയൽ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദശാംശ സ്ഥാനമുള്ള സംഖ്യകൾ. Here also the data may be either positive or negative, just like integer. ഇന്റിജറിനെ പോലെ തന്നെ ഡേറ്റ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. പക്ഷേ വ്യത്യാസം എന്താ? അവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്. എങ്കിൽ ഈ ഫ്രാക്ഷണൽ പാർട്ടുള്ള ഡേറ്റ അഥവാ റിയൽ വാല്യൂസ്, ഇതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് C++ലെ 2 ഡേറ്റ ടൈപ്പുകൾ ഫണ്ടമെന്റൽ ബ്ലോക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാ? ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഏതൊക്കെ ഡേറ്റ ടൈപ്പാ? ഫ്ലോട്ടും ഡബിളും. ഹൈ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും ലോ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും, അഥവാ ഹൈ പ്രിസിഷൻ റിയൽ വാല്യൂസും ലോ പ്രിസിഷൻ റിയൽ വാല്യൂസും. നോക്കൂ, ദശാംശ സ്ഥാനത്തുള്ള സംഖ്യകളുടെ എണ്ണം, അതാണ് ഹൈ പ്രിസിഷനും ലോ പ്രിസിഷനും. അപ്പോൾ ആ സംഖ്യകളുടെ എണ്ണം കുറവ്, അതാണ് ഇത് ഫ്ലോട്ട്, അഥവാ ലിമിറ്റഡ് റേഞ്ചിലുള്ള ഫ്രാക്ഷണൽ ഡേറ്റാസിന്റെ റെപ്രസെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്
ഫ്ലോട്ട് ടൈപ്പ്. എന്നാൽ വൈഡ് റേഞ്ചിലുള്ള ഹൈ പ്രിസിഷൻ റിയൽ വാല്യൂസ് ആണ് ആരെന്ന് പറയുന്നത്? ഡബിൾ എന്ന് പറയുന്നത്. ബോത്ത് ക്യാൻ റെപ്രസെന്റ് റിയൽ ഡേറ്റാസ്. അപ്പോൾ ചെറിയ ദശാംശ സംഖ്യകൾക്ക്, ചെറിയ പ്രിസിഷനിലുള്ള ദശാംശ സംഖ്യകൾക്ക് നമുക്ക് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് അവൈലബിൾ ആണെങ്കിൽ, വലിയ പ്രിസിഷനുള്ള ഡേറ്റ ടൈപ്പുകൾക്ക് അല്ലെങ്കിൽ ഡേറ്റ എലമെന്റുകൾക്ക് നമുക്ക് ഏത് അവൈലബിൾ ആ? ഡബിൾ ഡേറ്റ ടൈപ്പ് അവൈലബിൾ ആണ്. ഹിയർ ഒരു വ്യത്യാസം, നമ്മൾ മുൻപ് പഠിച്ച രണ്ട് ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും അവിടെ കീവേഡ് ഡിഫറെന്റ് ആയിരുന്നു. യഥാക്രമം ഇൻഡ് എന്നും ക്യാർ എന്നും. ഇവിടെ ഫ്ലോട്ടിലേക്കും ഡബിളിലേക്കും വരുമ്പോൾ നോ ചേഞ്ച് ഈസ് ദെയർ. ഡേറ്റ ടൈപ്പിന്റെ പേരും കീവേഡും സെയിം തന്നെയാണ്. അപ്പോൾ ഫ്ലോട്ട് എന്നുള്ള കീവേഡ് തന്നെയാണ് ഏത് ഡേറ്റ ടൈപ്പിന്? ഫ്ലോട്ട് ടൈപ്പിന് ഉപയോഗിക്കുന്നത്. ഡബിൾ എന്നുള്ള കീവേഡ് തന്നെയാണ് ഏത് ടൈപ്പിന് ഉപയോഗിക്കുന്നത്? ഡബിൾ ടൈപ്പിന് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയാൽ ഫ്ലോട്ട് ടൈപ്പിന് 4 ബൈറ്റ് ആണ് മെമ്മറി കൺസംഷൻ എങ്കിൽ, ഡബിൾ ടൈപ്പിലേക്ക് വരുമ്പോൾ അത് എത്ര ബൈറ്റ് ആകുന്നു? 8 ബൈറ്റ് ആകുന്നു. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അപ്പോൾ റിയൽ വാല്യൂസിനെ അഥവാ ഫ്രാക്ഷണൽ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിലേക്കായിട്ട് ഫണ്ടമെന്റൽ ടൈപ്പുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ഡേറ്റ ടൈപ്പുകളുണ്ട്. യഥാക്രമം ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ട് ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്കതിനെ പറഞ്ഞു വെക്കാം ലോ പ്രിസിഷനിലുള്ള റിയൽ ഡേറ്റാസിനെ അഥവാ ചെറിയ ദശാംശ സ്ഥാനമുള്ള സംഖ്യകളെ, ദശാംശ സ്ഥാനത്തുള്ള സംഖ്യകളുടെ എണ്ണം, അതാണ് ഹൈ പ്രിസിഷനും ലോ പ്രിസിഷനും. അപ്പോൾ ലോ പ്രിസിഷനിലുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നതിലേക്കായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ടൈപ്പാണ് ഫ്ലോട്ട് എങ്കിൽ, ഹൈ പ്രിസിഷനിലുള്ള ദശാംശ സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്നതിലേക്കായി നമുക്ക് ഉപയോഗിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ടൈപ്പാണ് ഇത് ഡബിള്. ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പ് എപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് 4 ബൈറ്റ് മെമ്മറി ആണെങ്കിൽ, ഡബിൾ ടൈപ്പ് കൺസ്യൂം ചെയ്യുന്നതോ 8 ബൈറ്റ് മെമ്മറി. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് വോയിഡ്, വിച്ച് ഈസ് നൾ വാല്യൂ. എം ടി സെറ്റ് ആണ്, നൾ റെപ്രസെൻറ്റേഷൻ ആണ് ഏത്? വോയിഡ്. ആൻഡ് ഇറ്റ്സ് കീവേഡ് ഓൾസോ വോയിഡ്. അതിൻ്റെ കീവേഡും എന്ത് തന്നെയാണ്? വോയിഡ് എന്ന് തന്നെ. അപ്പം നൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ് വോയിഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ഒരിക്കലും ഒരു മെമ്മറിയെ റിസർവ് ചെയ്യാനൊന്നും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഡേറ്റ ടൈപ്പിന് മറ്റൊരു ഉപയോഗമുണ്ട്. അത് ലേറ്റർ സ്റ്റേജിൽ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് വോയിഡിനെയും അവിടെ കേൾക്കാം, അതിൻ്റെ റെലവൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റിട്ടേൺ വാല്യൂവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റ് അതിപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് വെക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആസ് എ ഡേറ്റ ടൈപ്പ് നമ്മൾ കേൾക്കുമ്പോൾ ഇത്രയും മാത്രം കേൾക്കുക. വോയിഡ് എന്ന് പറയുന്നത് നൾ വാല്യൂ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൻ്റെ കീവേഡ് വോയിഡ് എന്ന് തന്നെയാണ്. എം ടി സെറ്റ് ആയതുകൊണ്ട് തന്നെ നോ മെമ്മറി കൺസംഷൻ ഓർ റിസർവേഷൻ ഈസ് ദെയർ. സോ ഫൈനലി നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ആണ്. ഡേറ്റ ടൈപ്പ് എന്നൊരു ടൈറ്റിലിനെ നമുക്ക് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. എങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ആരൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചാലോ, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് 5 ഡേറ്റ ടൈപ്പുകളാണ്. ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിള്, വോയിഡ്. ഇൻറ്റീജർ ഡേറ്റ റെപ്രസെൻറ്റേഷനായി ഉപയോഗിക്കുന്ന കീവേഡ് ഇൻഡ് ആണ്. ഫ്രാക്ഷണൽ വാല്യൂ വിത്തൗട്ട് എനി ന്യൂമറിക് വാല്യൂ വിത്തൗട്ട് എനി ഫ്രാക്ഷണൽ പാർട്ടാണ് ഇൻറ്റീജർ എങ്കിൽ അതിൻ്റെ മെമ്മറി കൺസംഷൻ 4 ബൈറ്റ് ആണ്. ക്യാരക്ടർ ഡേറ്റ എന്ന് പറയുമ്പോൾ അക്ഷരമോ അക്കമോ ചിഹ്നമോ ഏത് തന്നെ ആയിക്കോട്ടെ, ഒരു സിംഗിൾ എൻട്രി അവിടെ കാണുകയുള്ളൂ നോർമലി. അതിനെ സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്താൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ക്യാരക്ടർ വാല്യൂ എന്ന് വിളിക്കാൻ സാധിക്കും. എല്ലാ ക്യാരക്ടർ ഡേറ്റയ്ക്കും മെമ്മറി കൺസംഷൻ 1 ബൈറ്റ് ആയിരിക്കും. അതിൻ്റെ കീവേഡോ ക്യാർ എന്ന് തന്നെ ആയിരിക്കും. ഓക്കെയാണ്. ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലേക്ക് വരുമ്പോൾ അത് റിയൽ ഡേറ്റയാണ്. ലോ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, അഥവാ ലോ പ്രിസിഷൻ റിയൽ വാല്യൂസ് ആണ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കീവേഡ് ഈസ് ഓൾസോ ഫ്ലോട്ട്. അതിൻ്റെ മെമ്മറി കൺസംഷൻ 4 ബൈറ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഡബിൾ it can represent high precision real values and its keyword is double and memory consumption is always 8 byte. Last final data type എന്ന് പറയുന്നത് void, which always represent null value or empty set. Its keyword is void and no memory consumption is there always. Okay, അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. അടുത്ത സെഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അടിസ്ഥാന ഡേറ്റ ടൈപ്പുകളെ കൂടാതെ നമുക്ക് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിൽ അറേ എന്നൊരു സെറ്റിനെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അത് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഇനി അടുത്ത ടൈറ്റിലേക്ക് പോകാമല്ലോ. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ടൈറ്റിൽ ടൈപ്പ് മോഡിഫയറുകളാണ്. ഡേറ്റ ടൈപ്പിന് അനുബന്ധമായി തന്നെ മനസ്സിലാക്കേണ്ട, പരിചയപ്പെടേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു ടൈറ്റിലാണ് ടൈപ്പ് മോഡിഫയറുകൾ.
സോ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റ ടൈപ്പ് മോഡിഫയറുകൾ എന്ന് തന്നെയാണ് അർത്ഥം. ബേസിക്കലി ദേ ആർ കീവേഡ്സ്. ടൈപ്പ് മോഡിഫയറുകൾ അഥവാ ഡേറ്റ ടൈപ്പ് മോഡിഫയറുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്ത് തന്നെയാണ്? കീവേഡുകൾ തന്നെയാണ്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് ദ ഫണ്ടമെന്റൽ ടൈപ്പ്. നമ്മൾ നിലവിൽ പരിചയപ്പെട്ട ഡേറ്റ ടൈപ്പുകളോടൊപ്പം നമുക്ക് ആരെ ചേർത്ത് ഉപയോഗിക്കാം? ടൈപ്പ് മോഡിഫയറുകളെ ചേർത്ത് വെച്ച് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ഇവരെ ടൈപ്പ് മോഡിഫയറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാലോ, ബേസിക്കലി ദീസ് കീവേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഓൾട്ടർ ഓർ മോഡിഫൈ ദ ബേസിക് നേച്ചർ ഓഫ് ദ ടൈപ്പ്. ഓരോ ഡേറ്റ ടൈപ്പുകൾക്കുമുള്ള അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാനായിട്ട് നമുക്ക് ഏത് കീവേഡുകൾ ചേർക്കാം? ഈ ഡേറ്റ ടൈപ്പ് മോഡിഫയറുകളെ ചേർത്ത് വയ്ക്കാം. സോ 4 ഡേറ്റ ടൈപ്പ് മോഡിഫയറുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഏതൊക്കെ കീവേഡുകളാണ് ഉള്ളത്? 4 കീവേഡുകളാണുള്ളത്. സൈൻഡ് ഉണ്ട്, അൺസൈൻഡ് ഉണ്ട്, ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. എന്താണ് ഇതിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം. എങ്ങനെയാണ് ഇത് ബേസിക് നേച്ചറിനെ മാറ്റുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് ഈ ഓരോ കീവേഡും മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഒരു ഡേറ്റയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ന്യൂമറിക് ഡേറ്റയെ സംബന്ധിച്ച് അതിന് സൈൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. ശരിയല്ലേ? അപ്പൊ വാല്യൂ വിത്ത് സൈൻ ഓർ വാല്യൂ വിത്തൗട്ട് എനി സൈൻ. നോക്കൂ, ഒരു സംഖ്യയ്ക്ക് സൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ? അതൊന്ന് പരിശോധിക്കാം. 10 എന്ന് പറയുന്നത് ഒരു സംഖ്യയാണെങ്കിൽ പ്ലസ് എന്നിട്ടാലും മൈനസ് എന്നിട്ടാലും അവിടെ സൈൻ ഉണ്ടെന്നല്ലേ അർത്ഥം. So when you write plus 10 or minus 10 or positive 10 or negative 10, in both the cases a sign is there. ഈ 2 കേസിലും എന്തുണ്ട്? ഒരു സൈൻ അവിടെ ഉണ്ട്. സോ ടൈപ്പ് മോഡിഫയറുകൾ എന്ന നിലയ്ക്ക് സൈൻഡ് എന്നുള്ള കീവേഡ് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. വാല്യൂ വിത്ത് സൈൻ, സൈനോട് കൂടിയ മൂല്യം, അതാണ് സൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അൺസൈൻഡ് എന്ന് പറഞ്ഞാലോടെ സിമ്പിൾ ആണ്. വാല്യൂ വിത്തൗട്ട് എനി സൈൻ. നിങ്ങൾ വെറുതെ 10 എഴുതിയാൽ അതിന് സൈൻ ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. പോസിറ്റീവ് ആണത്, പക്ഷെ ആ സൈൻ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ സൈൻ പറയാതെ ഒരു ഡേറ്റ എഴുതി എന്ന് പറഞ്ഞാൽ അത് ഏതിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിറ്റീവിനെ മാത്രമാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു ന്യൂമറിക് ഡേറ്റയോടൊപ്പം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന 2 ടൈപ്പ് മോഡിഫയറുകളാണ് സൈൻഡും അൺസൈൻഡും. When you use this signed modifier along with a data type, what happen? That data type can represent either positive or negative datas. അല്ലേ? സൈൻഡ് എന്ന മോഡിഫയറിനെ ഒരു ഡേറ്റ ടൈപ്പിനോടൊപ്പം ചേർത്ത് വെച്ചാൽ ആ ഡേറ്റ എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എന്നാൽ ഇൻ കേസ് ഓഫ് അൺസൈൻഡ് മോഡിഫയർ, ഒരു ഡേറ്റ ടൈപ്പിനോടൊപ്പം, ഒരു ഡേറ്റ എലമെന്റിനോടൊപ്പം അത് അൺസൈൻഡ് ആണെന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ? Only positive data can accept there. Not any negative type or negative data is there. ഒരു നെഗറ്റീവ് ഡേറ്റയും അവിടെ കാണാൻ സാധിക്കില്ല, അഥവാ ഒരു നെഗറ്റീവ് ഡേറ്റയും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏത് മോഡിഫയറിനെ ഉപയോഗിച്ചാൽ? അൺസൈൻഡ്. സോ 2 കീവേഡ് നമുക്ക് ഫെമിലിയറായി. സൈൻഡ് എന്ന് പറഞ്ഞാൽ സൈനോട് കൂടിയത്. സൈനോട് കൂടിയതെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിലും സൈൻഡ് ആണ്, നെഗറ്റീവ് സൈൻ എങ്കിലും അത് സൈൻഡ് ആണ്. സൈൻ ഇല്ലാത്തത് എന്നർത്ഥമാണ് അൺസൈൻഡ്. ഫലത്തിൽ അൺസൈൻഡ് എന്ന് പറയുമ്പോൾ അത് ഏത് മാത്രമേ ഉൾക്കൊള്ളൂ? പോസിറ്റീവ് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. ക്ലിയർ ആണ്? ആൻഡ് നെക്സ്റ്റ് ലോങ് ആൻഡ് ഷോർട്ട്, 2 മോഡിഫയറുകൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഓരോ ഡേറ്റ ടൈപ്പ് പറഞ്ഞപ്പോഴും ഇപ്പൊ ഇൻഡിജറിന്റെ കേസിലും ഫ്ലോട്ടിന്റെയും ഡബിളിന്റെയും കേസിലും ഈ ഓരോ ഡേറ്റ ടൈപ്പിനും റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന വാല്യൂ ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പ്രീ ഡിഫൈൻഡ് ആണ്, അല്ലേ? സോ വെൻ യു യൂസ് ദിസ് ലോങ് ഷോർട്ട് മോഡിഫയർ അലോങ് വിത്ത് എ പർട്ടിക്കുലർ ടൈപ്പ്, long simply means extension and short means reduction. ഒരു ഡേറ്റ ടൈപ്പിന് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഡേറ്റ എലമെന്റുകളുടെ റേഞ്ചിനെ കൂട്ടുക എന്നതാണ് ഏത് മോഡിഫയറിന്റെ റോള്? ലോങ്. എങ്കിൽ അതേ സ്ഥാനത്ത് ആ റേഞ്ച് ചുരുങ്ങുക എന്നതാണ് ഏത് മോഡിഫയർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്? ഷോർട്ട്. അപ്പൊ 4 മോഡിഫയറിന്റെയും നേച്ചർ എന്താണെന്നും ഈ 4 മോഡിഫയറുകളും ഓരോ ഡേറ്റ ടൈപ്പിനോട് ചേരുമ്പോൾ എന്താകും സംഭവിക്കുക എന്നും ഒരു ചിത്രം കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ലോങ് എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റൻഷൻ ആണ്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. ഇനി നമ്മുടെ ഫണ്ടമെന്റൽ ടൈപ്പിനെ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്താലോ? ഏതൊക്കെ ഫണ്ടമെന്റൽ ടൈപ്പ് ഉണ്ട്? ഇന്റ് ഉണ്ട്, അല്ലേ?
ക്യാർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട് അല്ലേ. നൾ വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ, ഈ ഓരോ ഡേറ്റ ടൈപ്പുകൾ വെച്ചിട്ട് നമ്മൾ ഈ മോഡിഫയറുകളെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അൺസൈൻഡ് ഇന്റ് എന്ന് പറയാം, സൈൻഡ് ഇന്റ് എന്നും പറയാം. വ്യത്യാസം വളരെ സിമ്പിൾ ആണ് അല്ലെ. നോർമലി ഇന്റ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അവിടെ പോസിറ്റീവ് നെഗറ്റീവും അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ അത് തന്നെയാണ് സൈൻഡ് എന്ന മോഡിഫയറിനെ അതിൻ്റെയോടൊപ്പം ചേർക്കുമ്പോൾ. അപ്പൊ സൈൻഡ് എന്ന് പറയുന്ന മോഡിഫയർ ഇന്റിജറിനോടൊപ്പം ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ബേസിക്കലി അവിടെ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇന്റിജർ അടിസ്ഥാനപരമായി പോസിറ്റീവിനെ നെഗറ്റീവിനെ എടുക്കുന്നതാണ്. അതേ സ്ഥാനത്ത് അൺസൈൻഡ് എന്ന മോഡിഫയറിനെ ഇന്റിനോടൊപ്പം ചേർത്താൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വാല്യൂസിനെ പാടെ ഒഴിവാക്കി പോസിറ്റീവ് ഡേറ്റാസിനെ മാത്രമായിരിക്കും ആര് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക? ഇന്റിജർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇന്റിജർ നോർമലി പോസിറ്റീവിനെ നെഗറ്റീവിനെ എടുക്കുന്ന ആളുകളാണ്. എന്നാൽ അൺസൈൻഡ് എന്ന കീവേഡ് ഇന്റിനോടൊപ്പം ചേർത്തപ്പോൾ അത് ആരെ മാത്രം ഉൾക്കൊള്ളുന്നതായി മാറി? പോസിറ്റീവിനെ മാത്രം ഉൾക്കൊള്ളുന്നതായി മാറി. ക്ലിയർ ആണ്? ഇനി അതേ കേസ് തന്നെ നമുക്ക് പറയാം ഫ്ലോട്ടിന്റെയും ഡബിളിന്റെയും. ഫ്ലോട്ടിനോടൊപ്പം സൈൻഡ് ഉപയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവും എടുക്കും. എങ്കിൽ ഫ്ലോട്ടിനോടൊപ്പം അൺസൈൻഡ് ഉപയോഗിക്കുമ്പോൾ അത് ആരെ മാത്രമേ എടുക്കുള്ളൂ? അത് പോസിറ്റീവിനെ മാത്രമേ എടുക്കുകയുള്ളൂ. സെയിം കേസ് ഡബിളിനോടൊപ്പവും അങ്ങനെ തന്നെയാണ്. സൈൻഡ് ഡബിൾ എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെയാണ്, പോസിറ്റീവ് നെഗറ്റീവും. എന്നാൽ അൺസൈൻഡ് ഡബിൾ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും അക്സെപ്റ്റ് ചെയ്യില്ല. പകരം ആരെ മാത്രമേ എടുക്കുകയുള്ളൂ? പോസിറ്റീവിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ക്ലിയർ ആണ്? ഇനി ഒരു കേസ് ഇവിടെ നമ്മൾ സ്കിപ്പായ ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ ടൈപ്പാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ അൺസൈൻഡും സൈൻഡും വരേണ്ട കാര്യമില്ല. പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യം ഇവിടെ ഓർമ്മയിൽ വെച്ചാൽ മതി. ഇന്റേണലി ക്യാരക്ടർ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാ? ആസ്കി എന്ന് പറഞ്ഞ ന്യൂമറിക് ഫോർമാറ്റിലാ. അങ്ങനെ വരുമ്പോൾ ആ ഇന്റേണൽ റെപ്രസെന്റേഷൻ ഇന്റിജർ ആയ കാരണം കൊണ്ട് അതിന് എന്താകാം? സൈൻഡും അൺസൈൻഡും ആകാം. അപ്പോ ഈവൻ this signed unsigned modifier can be used even along with character data type. Why? Because the speciality in their internal data representation. Internal data representation ലെ ആ ഒരു പ്രത്യേകത നിമിത്തം സൈൻഡ് അൺസൈൻഡ് മോഡിഫയറുകളെ ഏത് ഡേറ്റ ടൈപ്പുകളോടൊപ്പം പോലും ഉപയോഗിക്കുന്നുണ്ട്? ക്യാരക്ടർ ഡേറ്റ ടൈപ്പിനോട്. സോ ഫസ്റ്റ് രണ്ട് കീവേഡ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ലോങ്ങും ഷോർട്ടും ആണ്. എന്താണ് പറഞ്ഞു വെച്ചേ? എക്സ്റ്റൻഷൻ ആൻഡ് റിഡക്ഷൻ. നോക്കാം. ലോങ് ഇന്റ് എന്ന് പറയാം, ഷോർട്ട് ഇന്റ് എന്നും പറയാം. അപ്പൊ എന്താ വ്യത്യാസം? നമ്മൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ഷോർട്ട് ഇന്റ് എന്ന് പറയുമ്പോൾ അത് 2 ബൈറ്റ് ആണ്. ഓക്കെ. എന്നാൽ ഇന്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ബൈറ്റായി? 4 ബൈറ്റായി. ലോങ് ഇന്റ് എന്ന് പറയുമ്പോഴോ അപ്പോഴും അത് 4 ബൈറ്റ് തന്നെയാണ്. അപ്പൊ വ്യത്യാസം ലോങ് ഇൻറ്റും തമ്മിൽ വ്യത്യാസമില്ല. എന്നാൽ ഷോർട്ട് ഇൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷോർട്ട് എന്നുള്ള മോഡിഫയർ ഇന്റിജറിനോടൊപ്പം അപ്ലൈ ചെയ്യുമ്പോൾ കൺസംഷൻ 2 ബൈറ്റായി ചുരുങ്ങും. എന്നാൽ ഇന്റിജറിലേക്ക് വരുമ്പോൾ അത് 4 ബൈറ്റ് ആണ്. ലോങ് അപ്ലൈ ചെയ്യുമ്പോഴും ആ സൈസിൽ വ്യത്യാസമില്ല. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത വരുന്നത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണ്. മനസ്സിലാക്കുക, ക്യാരക്ടർ ഡേറ്റ ടൈപ്പിന് എക്സ്റ്റൻഷനും റിഡക്ഷനും ഇല്ല. -128 മുതൽ +127 വരെയുള്ള 256 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അക്കങ്ങളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഇതിന് എക്സ്റ്റൻഷനും റിഡക്ഷനും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ this modifiers long short cannot be used along with ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ഈ ലോങ് ഷോർട്ട് മോഡിഫയറുകളെ നമുക്ക് ആരോടൊപ്പം ഉപയോഗിക്കാൻ സാധിക്കില്ല? ക്യാരക്ടർ ഡേറ്റ ടൈപ്പിനോടൊപ്പം ഉപയോഗിക്കാൻ സാധിക്കില്ല. അഗെയിൻ റിയൽ വാല്യൂസ് ആണ് ഫ്ലോട്ടും ഡബിളും. മനസ്സിലാക്കുക, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി റിയൽ ഡേറ്റയുടെ മിനിമൈസ്ഡ് വേർഷൻ ആണ്. സോ ഷോർട്ട് ഫ്ലോട്ട് എന്ന് പറയേണ്ടതില്ല. എന്നാൽ ലോങ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ്. അപ്പോഴോ ഡബിൾ ഈസ് ഓൾറെഡി ദെയർ. അപ്പൊ നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം, ഫ്ലോട്ട് എന്ന ഡേറ്റ ടൈപ്പിനോടൊപ്പം ആരെ ഉപയോഗിക്കില്ല? ലോങ്ങിനെയും ഷോർട്ടിനെയും. അപ്പൊ ലോങ് ഷോർട്ട് മോഡിഫയറുകൾ ഉപയോഗിക്കാത്ത 2 ഡേറ്റ ടൈപ്പുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം. ആരൊക്കെ? ക്യാരക്ടറും ഫ്ലോട്ടും ലോങ് ഷോർട്ട് മോഡിഫയറുകൾ ഉപയോഗിക്കില്ല. ഇനി ഡബിളിലേക്ക് വന്നാലോ? ഡബിളിലേക്ക് വരുമ്പോൾ നോർമലി ഡബിൾ എന്ന് പറയുമ്പോൾ അത് എത്ര എടുക്കും? അത് 8 ബൈറ്റ് എടുക്കും. സോ വെൻ യു അപ്ലൈ ദിസ്
long modifier along with double data type, it consume 10 byte memory. ഡബിൾ ഡേറ്റ ടൈപ്പിന് എക്സ്റ്റൻഷൻ ഉണ്ടാക്കാം ഏത് കീവേഡ് ഉപയോഗിച്ച്? ലോങ് കീവേഡ് ഉപയോഗിച്ച്. അങ്ങനെ ലോങ് ഡബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ട്രഡീഷണൽ 8 ബൈറ്റ് എന്നുള്ള മാറി അത് എത്രയായി? 10 ബൈറ്റ് ആയി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈറ്റിൽ ടൈപ്പ് മോഡിഫയറുകൾ അഥവാ ഡേറ്റ ടൈപ്പ് മോഡിഫയേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ മോഡിഫയറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ബേസിക്കലി ദേ ആർ കീവേഡ്സ് can be used to modify the basic nature of existing types. എക്സിസ്റ്റിംഗ് ടൈപ്പുകളുടെ ബേസിക് നേച്ചറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡീഷണൽ കീവേഡുകളാണ് ഡേറ്റ ടൈപ്പ് മോഡിഫയറുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെ മോഡിഫയറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സൈൻഡ്, അൺസൈൻഡ്, ലോങ് ആൻഡ് ഷോർട്ട്. ഓരോ മോഡിഫയറുകളും ഓരോ ഡേറ്റ ടൈപ്പിനോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയും നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും, സംശയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. സോ തൽക്കാലം നമ്മുടെ ഈ ക്ലാസ് സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത മറ്റൊരു സെഷനിൽ നമുക്ക് ഇതിന്റെ തുടർച്ച പരിചയപ്പെടാവുന്നതാണ്. താങ്ക് യു.